നമസ്കാരം. നാടിന്റെ കാവലാകുവാൻ മോഹിച്ചൊരു 18കാരൻ ഹരികൃഷ്ണൻ വിടവാങ്ങിയപ്പോൾ അനാഥമായത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളാണ്. കൊല്ലം മരത്തടിയിൽ ഉത്സവത്തിനിടെ ഉണ്ടായ ക്രൂരമായ ആൾക്കൂട്ട മർദ്ദനമാണ് ഹരികൃഷ്ണൻ എന്ന കൗമാരക്കാരന്റെ ജീവനെടുത്തത്. 4 ദിവസത്തോളം മരണത്തോട് മല്ലിട്ട ശേഷമായിരുന്നു അന്ത്യം. ഒരു പട്ടാളക്കാരനാകുക എന്നതായിരുന്നു ഹരികൃഷ്ണന്റെ ഏക ലക്ഷ്യം. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ആർമി പരീക്ഷയ്ക്കായി അപേക്ഷ നൽകി കഠിന പരിശ്രമത്തിലായിരുന്നു അവൻ. പുലർച്ചെ എഴുന്നേറ്റ് കിലോമീറ്ററുകളോളം ഓടി ശരീരം പാകപ്പെടുത്തിയ ഹരികൃഷ്ണൻ തന്റെ കുടുംബത്തിന്റെ കഷ്ടപ്പാടുകൾ മാറ്റുവാൻ യൂണിഫോം ഇട്ട ഒരു സൈനികനാകുമെന്ന് ആ നാട് ഉറച്ചു വിശ്വസിച്ചിരുന്നു. രോഗബാധിതരായ മാതാപിതാക്കളുടെയും സഹോദരന്റെയും ഏക അത്താണിയായിരുന്നു ഈ 18കാരൻ. പാർക്കിൻസൺസ് രോഗം ബാധിച്ച അച്ഛൻ ജയസേനനും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അമ്മ രജനിയും ഹരികൃഷ്ണന്റെ അധ്വാനത്തിലാണ് പ്രതീക്ഷ വച്ചിരുന്നത്. പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലികൾ ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം മരുന്നിനും ഭക്ഷണത്തിനുമുള്ള പണം കണ്ടെത്തിയിരുന്നത്. സഹോദരിയുടെ വീട്ടിൽ ഉത്സവത്തിനെത്തിയതാണ് ഹരികൃഷ്ണൻ. ഘോഷയാത്രയ്ക്കിടെ അധിക്ഷേപിച്ച സംഘാടകനെ ചോദ്യം ചെയ്തതാണ് അക്രമികളെ പ്രകോപിപ്പിച്ചത്. ഭക്ഷണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ഓഡിറ്റോറിയത്തിന്റെ പിന്നിലെത്തിച്ച് ഹരികൃഷ്ണനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തടയുവാൻ ചെന്ന സഹോദരി ഭർത്താവിനെയും സംഘം വെറുതെ വിട്ടില്ല. ഇതിനിടെ മരത്തടി കൊണ്ടുള്ള അടിയേറ്റുകൊണ്ടാണ് ഹരികൃഷ്ണന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. മകൻ ഇനി തിരിച്ചു വരില്ല എന്ന സത്യം ആ അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ചികിത്സ കഴിഞ്ഞ് അവൻ ഓടി വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന അമ്മയ്ക്ക് മുന്നിൽ എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഒരു നാട് മുഴുവൻ. ഹരികൃഷ്ണന്റെ വിയോഗം ഒരു കുടുംബത്തിന്റെ മാത്രം നഷ്ടമല്ല, പകരം ഒരു നാടിന്റെ പ്രതീക്ഷയുടെ തകർച്ച കൂടിയാണ്. അമ്മയെ അസഭ്യം വിളിച്ചതിനെ ചോദ്യം ചെയ്തുവെന്ന വലിയ തെറ്റാണ് ഹരികൃഷ്ണൻ ചെയ്തത്. ഭക്ഷണം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോയ ഒരു സംഘം ക്രിമിനലുകൾ ആ 18കാരനെ തല്ലിച്ചെറിച്ചു. തടിക്കഷ്ണം കൊണ്ട് തലക്കേറ്റ പ്രഹരം ഹരികൃഷ്ണന്റെ ബോധം കെടുത്തി. ഹരികൃഷ്ണൻ മരിച്ച വാർത്ത ഈ നിമിഷവും അവന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. തളർന്നു കിടക്കുന്ന അച്ഛൻ ജയസേനനും കൈകൾക്ക് സ്വാധീനമില്ലാത്ത അമ്മ രജനിക്കും അവൻ മകനായിരുന്നില്ല, അവരുടെ വലതു കൈയായിരുന്നു. പഠനത്തിനൊപ്പം കൂലിപ്പണിക്ക് പോയി അവൻ കണ്ടെത്തുന്ന പണം കൊണ്ടാണ് ആ വീട്ടിൽ അടുപ്പ് പുകഞ്ഞിരുന്നത്. ആർമി യൂണിഫോമിൽ മകൻ തിരിച്ചു വരുന്നത് സ്വപ്നം കണ്ട ആ വീടിന്റെ ഉമ്മറത്തേക്ക് ഇനി എത്തുന്നത് അവന്റെ ചേതനയേറ്റ ശരീരമാണ്. ക്രോധത്തിനും പകയ്ക്കുമിടയിൽ ഒരു ആൾക്കൂട്ടം തല്ലിക്കീഴ്ത്തിയത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ വെളിച്ചമാണ്. ഇനി ആ വീട്ടിൽ ബാക്കിയാകുന്നതും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും തോരാത്ത കണ്ണീരും മാത്രം. കൊല്ലം മരത്തടിയിൽ സഹോദരിയുടെ വീട്ടിൽ ഉത്സവം കാണുവാനെത്തിയപ്പോൾ ഘോഷയാത്രയ്ക്കിടെ അമ്മയ്ക്ക് വിളിച്ച സംഘാടകനെ ഹരികൃഷ്ണൻ തിരിഞ്ഞു നോക്കി. അതായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം. ഹരികൃഷ്ണനെ ക്രൂരമായി ആക്രമിച്ച് മൃതപ്രായനാക്കിയ സംഭവത്തിൽ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മരോട്ടി മൂട്ടിൽ സുനിൽകുമാർ എന്ന 58കാരൻ, മരത്തടി സന്തോഷ് നിവാസിൽ 51കാരനായ രതീഷ് എന്നിവരെയാണ് ശക്തികുളങ്ങര പോലീസ് പിടികൂടിയത്. മറ്റു പ്രതികൾ ഒളിവിലാണ്. ഇവരിൽ ചിലർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടെന്നും സൂചനകൾ പുറത്തുവരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ മരത്തടി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഘോഷയാത്രയ്ക്കിടെയാണ് ഈ സംഭവങ്ങൾ. മാതൃ സഹോദരിയുടെ മകളും കേരളപുരം സ്വദേശിനിയായ അമ്മുവിന്റെ വിളക്കെടുപ്പ് നേർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഹരികൃഷ്ണനും സഹോദരൻ ജയകൃഷ്ണനും ബന്ധുക്കളും അമ്മയുടെ നാടായ മരത്തടിയിലെത്തിയത്. ഓട്ടോറിക്ഷയിൽ ക്ഷേത്രത്തിലെത്തിയ ഇവർ അമ്മുവിന്റെ കുഞ്ഞിനുള്ള ആഹാരം വാഹനത്തിൽ മറന്നുവെച്ചതിനാൽ ഇതെടുക്കുവാനായി തിരിച്ച് ഓട്ടോറിക്ഷയുടെ അടുത്തേക്ക് പോയി. ഭക്ഷണം എടുത്ത ശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഘോഷയാത്ര ആരംഭിച്ചിരുന്നു. തിരക്കിൽപ്പെട്ടതോടെ സഹോദരന്മാർ 2 ഭാഗത്തായി പോയി. തിരക്കിനിടയിലൂടെ വന്ന ഹരികൃഷ്ണനെ കമ്മിറ്റി അംഗങ്ങൾ ചിലർ ചോദ്യം ചെയ്തു. തുടർന്ന് വാക്കേറ്റമുണ്ടായി. ബഹളം കേട്ടെത്തിയ ജയകൃഷ്ണൻ പ്രശ്നം ഒതുക്കി തീർത്ത് ഹരികൃഷ്ണനെ കൂട്ടി ബന്ധുക്കളുടെ സമീപത്തേക്ക് എത്തി. പിന്നാലെ വന്ന അക്രമി സംഘത്തിലെ ചിലർ സഹോദരന്മാരുടെ തോളിൽ കൈയിട്ട് ആഹാരം കഴിച്ചു വരാമെന്ന് പറഞ്ഞ ക്ഷേത്രത്തിലെ സദ്യാലയത്തിലേക്ക് സമീപത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് മർദ്ദനവും തുടങ്ങി. ജയകൃഷ്ണനെ സദ്യാലയത്തിനകത്തേക്ക് കൊണ്ടുപോയ ശേഷം ഹരികൃഷ്ണനെ പുറത്തു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ചോദ്യം ചെയ്തതോടെ ജയകൃഷ്ണനെയും മർദ്ദിച്ചു. സംഭവം പറഞ്ഞ് ബന്ധുക്കൾ എത്തിയെങ്കിലും അപ്പോഴേക്കും ഹരികൃഷ്ണൻ അടികൊണ്ട് നിലത്ത് വീണിരുന്നു. അക്രമികളിൽ ഒരാൾ അവന്മാരെ അടിച്ചു കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് തടിക്കഷ്ണം കൊണ്ട് തലയ്ക്കടിച്ചതോടെ ഹരികൃഷ്ണന്റെ ബോധം നഷ്ടപ്പെട്ടു. ഉടൻ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എത്തിക്കുകയായിരുന്നു. ജയകൃഷ്ണനും ഹരികൃഷ്ണനും മണക്കാല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികളാണ്. ഹരികൃഷ്ണനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഈ ആക്രമണത്തിന്റെ വ്യാപ്തി പുറംലോകം അറിഞ്ഞത്. 18 വയസ്സുകാരനായ വിദ്യാർത്ഥിയെ ഒരു സംഘം ആളുകൾ ചുറ്റും കൂടി നിന്ന് ക്രൂരമായി മർദ്ദിക്കുന്നതും ഇതിനിടെ പ്രതികളിൽ ഒരാൾ വലിയ തടിക്കഷ്ണവുമായി എത്തി ഹരികൃഷ്ണനെ തലയിൽ ആഞ്ഞടിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ആ അടിയുടെ ശബ്ദവും വീഡിയോയിൽ വ്യക്തമായി തന്നെ കേൾക്കാം. ഇതിനിടെ സഹോദരി അമ്മു തന്റെ കൈക്കുഞ്ഞുമായി എത്തി കരഞ്ഞുകൊണ്ട് ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഹരികൃഷ്ണനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. സഹോദരിയുടെ ഭർത്താവ് രാജേഷ് ആക്രമണം തടയുവാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹത്തെയും സംഘം ക്രൂരമായി മർദ്ദിക്കുന്നതും ഈ വീഡിയോയിൽ വ്യക്തമാണ്.
ഒരാൾ കൊല്ലടാ അവനെ എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതും കേൾക്കാം. അമ്മുവിന്റെ ഭർത്താവ് രാജേഷ് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷയിലായിരുന്നു ഇവർ ക്ഷേത്രത്തിലെത്തിയതും. മർദ്ദനം തടയുവാൻ ശ്രമിക്കവേ രാജേഷിനും മർദ്ദനമേറ്റു. അടിയേറ്റ് ബോധം നഷ്ടപ്പെട്ട് വീണ ഹരികൃഷ്ണനെ ഒപ്പമുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ക്ഷേത്രോത്സവത്തിനിടെ വാഹനത്തിൽ പോയവരും ആൾക്കൂട്ട ആക്രമണത്തിന്റെ ഇരകളായി. പരിക്കേറ്റവർ ശക്തികുളങ്ങര പോലീസിൽ പരാതി നൽകിയെങ്കിലും സംഭവം നടന്നതിന്റെ 4ാം ദിവസമാണ് കേസെടുത്തതെന്നാണ് ആക്ഷേപം. ഞായറാഴ്ചയാണ് മരത്തടി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത്. അക്രമി സംഘം പിക്കപ്പ് വാനിന്റെ ചില്ല് അടിച്ചു തകർക്കുകയും ഡ്രൈവറെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തു. കൊട്ടിയം മാഞ്ഞാലിമുക്ക് കുറ്റിവിള വീട്ടിൽ എസ് സുനീർ, ഡീസന്റ് മുക്ക് സ്വദേശി രാജേഷ്, പേരയം കമ്പിവിള സ്വദേശി സുഹൈൽ, ഇയാളുടെ സഹോദരൻ സുൽഫി എന്നിവർക്കാണ് സംഘത്തിൽ പരിക്കേറ്റത്. കൊട്ടിയത്തെ ഒരു പുഷ്പ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരനും പിക്കപ്പ് വാഹന ഡ്രൈവറുമാണ് ആൾക്കൂട്ട ആക്രമണത്തിന് ഇരകളായത്. കടയിലെ മാലിന്യം മരത്തടി ഭാഗത്തുള്ള പൂക്കട ഉടമയുടെ വീടിനോട് ചേർന്ന പറമ്പിൽ തള്ളിയ ശേഷം തിരികെ കൊട്ടിയത്തേക്ക് പോകവെയാണ് രാത്രി 11:30 ഇവർ ആക്രമിക്കപ്പെട്ടത്. കാവനാട് ഭാഗത്തേക്ക് പോകവേ റോഡ് നിൽക്കുകയായിരുന്ന ഒരു സംഘം വാഹനം തടഞ്ഞു നിർത്തി. ഇതുവഴി പോകാൻ ആര് പറഞ്ഞടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് വാഹനം തടഞ്ഞു. ഇതോടെ വാഹനം റോഡ് അരികിലേക്ക് മാറ്റി നിർത്തി. തങ്ങൾക്ക് കാവനാട്ടേക്ക് പോകാൻ മറ്റു വഴി അറിയില്ലെന്ന് ഡ്രൈവർ രാജേഷ് പറഞ്ഞു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന അക്രമി സംഘത്തിലെ ഒരാൾ രാജേഷിന്റെ മുഖത്തടിച്ചുവെന്നാണ് പരാതി. തുടർന്ന് കൂടെ നിന്ന മറ്റൊരാളും കയ്യേറ്റം ചെയ്തു. വാഹനത്തിന്റെ മുൻവശത്തെ ചില്ലകളും ഇടിച്ചു പൊട്ടിച്ചു. താക്കോൽ ഊരിയെടുക്കുകയും ചെയ്തു. തുടർന്ന് രാജേഷിനെയും മറ്റുള്ളവരെയും വാഹനത്തിൽ നിന്ന് വലിച്ചു പുറത്തിട്ട് പൊതിരെ തല്ലി. പിന്നീട് രാജേഷിനെ ചിലർ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി തല്ലി അവശനാക്കിയ ശേഷം പിക്കപ്പ് വാഹനത്തിനരികിൽ ഇറക്കി വിട്ടു. മർദ്ദനമേറ്റ യുവാക്കൾ പിന്നീട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നേടി. യുവാക്കൾ അന്ന് തന്നെ ശക്തികുളങ്ങര പോലീസിൽ പരാതി നൽകി. ഹരികൃഷ്ണനും അന്ന് രാത്രിയാണ് മർദ്ദനമേറ്റത്. കൊട്ടിയം സ്വദേശിയായ യുവാക്കളെ മർദ്ദിച്ച സംഘത്തിലെ ചിലർ ഹരികൃഷ്ണൻ മർദ്ദിച്ച സംഘത്തിലും ഉണ്ടായിരുന്നുവെന്നാണ് സംശയമുള്ളത്.